ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു അവർ ചാനൽ. എല്ലാവർക്കും മിസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന ഒരു ബ്രൊക്കോളിൻ്റെ ഡിഷാണ്. ബ്രൊക്കോളി എന്തുമാത്രം ഹെൽത്തിയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? അപ്പോൾ അത് വെച്ചിട്ടൊരു ഡിഷാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഹെൽത്ത് ബെനിഫിറ്റൊക്കെ ഞാൻ വഴിയെ പറഞ്ഞുതരാം. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വ്യൂവേഴ്സ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. ഇതാണ് നമ്മുടെ ബ്രൊക്കോളിൻ്റെ ഒരു ഇമേജ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഈ ബ്രൊക്കോളിനെ ഞാനിത് അടത്തി ഉപ്പിൻ്റെ മഞ്ഞൾപ്പൊടിൻ്റെ ഒക്കെ വെള്ളത്തിൽ ചൂടുവെള്ളത്തിലിട്ട് ക്ലീൻ ചെയ്തെടുത്താണ്. അല്ലാതെ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റില്ല. അല്ലാതെ നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് മുകളിലുള്ള ഇതെല്ലാം അങ്ങ് പോവും. അപ്പോൾ നമ്മൾ ചൂടുവെള്ളത്തിൽ ഇട്ട് തന്നെ നല്ല ഡീറ്റെയിൽ ആയിട്ട് ക്ലീൻ ചെയ്തെടുത്തതാണ്. എന്നിട്ട് ഒരു തണ്ട് വീതം നമ്മൾ അടത്തി എടുത്തിട്ട് മെഴുക്കുവരട്ടിക്ക് വെക്കുന്ന രീതിയിലുള്ളതാണ് ഞാൻ അടത്തി എടുത്തേക്കുന്നത്. പിന്നെ നമ്മൾ ബ്രൊക്കോളി കൊണ്ട് മെഴുക്കുവരട്ടിയുടെ റെസിപ്പിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനായി ആദ്യം ഞാനൊരു കടായി എടുത്തിട്ടുണ്ട്. അതിൽ വളരെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിക്കുന്നുണ്ട്. അപ്പോൾ ഈ കടുക് പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് സവോള ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ സവോള അല്ലെങ്കിൽ കുഞ്ഞുള്ളി എന്ത് വേണേലും നമുക്ക് ചേർക്കാം കേട്ടോ. ഉള്ളിയൊക്കെ ചേർക്കാൻ നല്ലൊരു ടേസ്റ്റാണ്. ഉള്ളി കഴിക്കണം നല്ലതാണ്, നല്ല സൾഫർ കണ്ടൻ്റൊക്കെ അടങ്ങിയതാണ്. അപ്പം ഉള്ളി കഴിക്കുന്നതും നല്ലതാണ്. അപ്പോൾ നമ്മളുടെ ഇതുപോലുള്ള തോരനിലും മെഴുക്കോട്ടൊക്കെ മാക്സിമം കുഞ്ഞുള്ളിയൊക്കെ അരിഞ്ഞിട്ടാണ് നല്ലൊരു ടേസ്റ്റും കിട്ടുന്നുണ്ട്. അപ്പോൾ ഏതാണോ നിങ്ങളുടെ കയ്യിൽ ഉള്ളതെന്ന് വെച്ചാൽ സൗകര്യാർത്ഥം നമ്മൾ കുഞ്ഞുള്ളിയോ സവോളയോ ഒക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിനകത്ത് ഒരു പച്ചമുളക് എരിവിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിതിനകത്ത് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ഒരു പച്ചമുളകാണ് ഞാൻ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊന്ന് നന്നായിട്ട് എണ്ണയിലൊക്കെ ഒന്ന് കിടന്ന്, അതായത് ഒരുപാടങ്ങ് മൊരിയല്ല വേണ്ടത്, ഒന്നൊന്ന് വാടിയാൽ മതി. വാടി കഴിയുമ്പോൾ നമ്മൾ ഇതിനകത്തോട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ മഞ്ഞൾപ്പൊടിയിൽ കഴുകി വെച്ചതാണ്. അപ്പം വേണ്ടാന്നുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാവുന്നേ ഉള്ളൂ. പക്ഷെ മഞ്ഞൾപ്പൊടി നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചൊക്കെ എടുത്ത മഞ്ഞൾപ്പൊടി ആണെങ്കിൽ നന്നായിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അപ്പം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതിനകത്തോട്ട് ഇനി നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ച് നമ്മുടെ ബ്രൊക്കോളി ഇട്ട് കൊടുക്കാം. ധാരാളം വൈറ്റമിൻസും മിനറൽസും ആൻറ്റി ഓക്സിഡൻസും ഒക്കെ അടങ്ങിയിട്ടുണ്ട് ഈ ബ്രൊക്കോളിയിൽ. വൈറ്റമിൻ B9 ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അത് നമുക്കറിയാം, വൈറ്റമിൻ B9 എന്ന് വെച്ചാൽ ഫോളിക് ആസിഡ് ആണ്. അതൊക്കെ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ഈ ബ്രൊക്കോളിയിലിട്ട് കൊടുത്ത് നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. ഇനി അടച്ചു വെച്ച് നമുക്ക് ഇതിനെ ഒന്ന് വേവിച്ചെടുക്കാം. ഒട്ടും തന്നെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് തീരെ വേണ്ട. ഇത് വെച്ചിട്ട് നമുക്ക് തോരൻ ഉണ്ടാക്കാം. നമ്മൾ മുരിങ്ങേൻ്റെ ഇല അല്ലെങ്കിൽ മുരിങ്ങയുടെ പൂക്കെ മുട്ടയൊക്കെ ചേർത്തിട്ടുണ്ടാക്കുന്ന പോലെ മുട്ട ചേർത്തിട്ടുണ്ടാക്കാം. അതുപോലെ പിന്നെ സലാഡ് കഴിക്കാം. സലാഡ് കഴിക്കുന്നത് ഭയങ്കര നല്ലതാണ്. കാരണം ഇത് ഒന്ന് ചെറുതായിട്ടൊന്ന് വേവിക്കുക മാത്രം ചെയ്ത് ഇച്ചിരി ഉപ്പൊക്കെ ഇട്ടിട്ട് അങ്ങനെ കഴിക്കാനും നല്ലതാണ്. പക്ഷെ അതിൻ്റെ ഒരു ടേസ്റ്റിൻ്റെ ഒരു ഇത് കൊണ്ടിട്ട് നമുക്ക് പലർക്കും മടിയായിരിക്കും. പക്ഷെ നല്ല ഗുണമുള്ളതാണ്. ഞാൻ പറഞ്ഞ ഫോളിക് ആസിഡ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതെന്താ പുതിയൊരു സെല്ല് ഉണ്ടാക്കാനായിട്ട്, പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടും അതിനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടും ഒക്കെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ DNA ഉണ്ടാകും ക്യാൻസേഴ്സ് ഒക്കെ ഉണ്ടാകുന്നതിന് DNA ഓരോ വേരിയേഷൻസ് ഒക്കെ വരും. അപ്പോൾ ആ വേരിയേഷൻ ഒക്കെ മാറ്റാൻ, അങ്ങനെ ക്യാൻസേഴ്സ് ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ടും ഇമ്മ്യൂണിറ്റി പവർ കൂട്ടുന്നതിനും ഒക്കെ നല്ലതാണ്. പിന്നെ പ്രഗ്നൻസിക്ക് ഫോളിക് ആസിഡ് തന്നെ പ്രഗ്നൻസിയിൽ സഹായിക്കാനായിട്ട്, പ്രഗ്നൻസിക്ക് വേണ്ടിയിട്ട് സഹായിക്കാനായിട്ടൊക്കെ നല്ലതാണ്. ഹാർട്ടിൻ്റെ ഡിസീസിന്, കൊളസ്ട്രോളിന്, അങ്ങനെ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉണ്ട് നമുക്ക് ഇതിനകത്ത്. അപ്പം എല്ലാവരും ഇത് മാസത്തിൽ കഴിക്കുക. മാസത്തിൽ ഒരു വട്ടം എന്നല്ല പറഞ്ഞാൽ എല്ലാ ആഴ്ചയിലും ഒരിക്കൽ കഴിക്കുക. അങ്ങനെ മാസം ഒരു 3 വട്ടമെങ്കിലും കുറഞ്ഞത്, നമ്മൾ 3-4 വട്ടമെങ്കിലും നമ്മൾ കുറഞ്ഞത് കഴിക്കുക. പിന്നെ നമ്മുടെ ഫുഡിൽ ഇത് ഉൾപ്പെടുത്തുന്ന എന്തുകൊണ്ടും നല്ലതായിരിക്കും. അപ്പം ഇനിയിപ്പം നമുക്ക് നമ്മളുടെ ഡിഷ് അത് തുറന്ന് നോക്കാം. ഒന്ന് വെന്തിട്ടുണ്ടാവും. ഇതിപ്പം പരുവായിട്ടുണ്ട്. നമ്മുടെ ബ്രൊക്കോളി തയ്യാറായി കഴിഞ്ഞു. ഇനി ഞാൻ ഇതിനകത്തോട്ട് കുറച്ച് കുരുമുളകിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ഒന്ന് ഇളക്കിയതിന് ശേഷം 1 മിനിറ്റ് കൂടെ ഫ്ലെയിമിൽ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റാം. എന്നിട്ട് നമുക്ക് സെർവ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം നമ്മുടെ ബ്രൊക്കോളി തയ്യാറായി കഴിയും. പിന്നെ മുളക് പൊടി കുറച്ചിട്ട് നമ്മൾ കുരുമുളക് പൊടി ചേർക്കുന്നതാണ്. ഭക്ഷണത്തിലൊക്കെ ചേർക്കുകയാണെങ്കിൽ തോരനും മെഴുക്കുവരട്ടിയൊക്കെ ചേർക്കുമ്പം മുളക് പൊടിക്ക് പകരം കുരുമുളക് തന്നെ ചേർത്ത് കഴിക്കുക. അത് ഒരുപാട് ഗുണമുള്ളതാണ്. ആൻറ്റി ഓക്സിഡൻസും ആൻറ്റി ഇൻഫ്ലമേറ്ററിയുമാണ്. പിന്നെ ബ്ലഡിൽ നമ്മുടെ ഷുഗറിൻ്റെയൊക്കെ ലെവൽ ഒക്കെ കൺട്രോൾ ചെയ്യാനായിട്ടും കൊളസ്ട്രോൾ കുറയ്ക്കാനായിട്ടും ഇത് ക്യാൻസർ ഫൈറ്റിങ്ങിനൊക്കെ നല്ലതാണ്. കുരുമുളക് പൊടി ആണ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ കുരുമുളക് ക്രഷ് ചെയ്തിട്ട് ആരും ഉപയോഗിക്കുക കേട്ടോ. അതായിരിക്കും മുളക് പൊടിയേക്കാട്ടിലും നല്ല. മുളക് പൊടിക്ക് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും ഇല്ല. പിന്നെ സ്കിന്നിനൊക്കെ ഭയങ്കര മോശമാവും മുളക് പൊടി ഒരുപാട് ഉപയോഗിച്ചാൽ.
അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ലെങ്ത് കൂടിപ്പോയി, സംസാരം കൂടിപ്പോയി എന്നുണ്ടെന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. കാര്യം വെച്ചാൽ ഇതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ് കൂടി നിങ്ങളെ മനസ്സിലാക്കി തരണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അതുകൂടി പറഞ്ഞു തന്നത്. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടമായെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റ്സ് തീർച്ചയായിട്ടും നമുക്ക് വേണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു പുതിയ റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ബൈ ബൈ ആൻഡ് സ്റ്റേ ഹെൽത്തി.